ഈ മല്ലി നട്ട് കഴിഞ്ഞാൽ നമുക്ക് 365 ദിവസവും നമ്മുടെ വീട്ടിൽ മല്ലിയില ഉണ്ടാവും കേട്ടോ. മറ്റ് മല്ലികൾ നമ്മൾ പൊടിച്ച് വന്ന് അത് നമ്മൾ കട്ട് ചെയ്തെടുത്ത് പിന്നെ നമ്മൾ പാകി കൊടുത്ത് അങ്ങനെയാണല്ലോ. പിന്നെ അത് നമുക്ക് വളർത്താനാണെങ്കിലും കുറച്ച് കഷ്ടപ്പാടുണ്ട്. നമ്മൾ ഈർപ്പം കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കും, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്താലാണ് നല്ല രീതിയിൽ മല്ലി മുളച്ച് വരുള്ളൂ. അപ്പോൾ ഈ മല്ലിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു കട കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ തിങ്ങി വരും കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു ചെറിയ കട കൊണ്ടുവന്ന് നട്ടതാണ്. അത് ഇപ്പോൾ തിങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ പൂവാണ് കേട്ടോ ഇതേപോലെയാണ് അത് ഇങ്ങനെ പൂത്ത് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പൂവിൽ നിന്നും നമുക്ക് ഓരോ തൈകളുണ്ടാവും. ഇത് കണ്ടോ, ഇതെല്ലാം ഓരോ തൈകളായിട്ട് വരുന്നതാണ്. കണ്ടോ, ഒക്കെ വേര് വരും. ഇതെല്ലാം നമ്മൾ പറിച്ച് വേറൊരു ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ മണ്ണിലോട്ടോ നട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം പുതിയ പുതിയ തൈകളായിട്ട് വരും കേട്ടോ. അല്ല നമ്മൾ താഴെയാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിത്തുകൾ വീണ് നമുക്ക് പുതിയ തൈകളുണ്ടാവും. പിന്നെ ഇതിൻ്റെ വേരിൽ നിന്നും തൈകളുണ്ടാവും കേട്ടോ. ഇതിന് ബാംഗ്ലൂർ മല്ലി, മെക്സിക്കൻ മല്ലി, ആഫ്രിക്കൻ മല്ലി എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ഔഷധ ഗുണമുള്ള ഒരു മല്ലി കൂടിയാണ് കേട്ടോ. നമ്മൾ മല്ലിയില എന്തിനെല്ലാം ഉപയോഗിക്കുന്നോ അതിനെല്ലാം ഈ മല്ലിയുടെ ഇലയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു മല്ലിയും കൂടിയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഏത് കാലാവസ്ഥയിലും വളരും എന്നുള്ളതാണ്. നമുക്ക് ഇന്ന കാലാവസ്ഥയിലാണ് വളരുള്ളൂ എന്നുള്ള യാതൊരു ഡിമാൻഡും ഇല്ലാത്തൊരു മല്ലിയില കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയ, എന്നാൽ 365 ദിവസവും നമുക്ക് വീട്ടിൽ മല്ലിയിലയ്ക്ക് ഒരു ക്ഷാമവും ഇല്ലാതിരിക്കുകയും ചെയ്യും ഈ മല്ലി നമ്മൾ നട്ട് കൊടുത്താൽ.